രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കേണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ചിലർക്ക് ചെയ്യുന്ന ഉപകാരം മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടാവുകയും അവർ നമ്മുടെ ശത്രുക്കളാവുകയും ചെയ്ത അനുഭവമുണ്ടോ? ഒരു രാജ്യത്തിലെ ജനതയെ സംരക്ഷിക്കാൻ അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു കിട്ടിയാൽ നാം എന്താവും ചെയ്യുക? മനുഷ്യരെ സ്നേഹിക്കുന്നവർ യുദ്ധമുണ്ടാവാതിരിക്കാനും അതിലൂടെ അനേക ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാനും അതിലേറെ പേരുടെ ജീവിതം കഷ്ടത്തിലാകാതിരിക്കാനും ശ്രമിക്കും. ഇവിടെ ഒരു പ്രവാചകൻ ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി ചെയ്ത കാര്യം തൻ്റെ ജീവന് ഭീഷണിയായ സ്ഥിതിയിലെത്തിയതാണ് സംഭവം. അരാം രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അതിനായി തന്ത്രങ്ങൾ മെനഞ്ഞു. ഏത് രീതിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഏത് വഴിയിലൂടെ ആക്രമണം നടത്തണമെന്ന് തീരുമാനിച്ചു. എന്നാൽ തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന എലീശാ പ്രവാചകന് ദൈവം ഇത് മുൻകൂട്ടി വെളിപ്പെടുത്തി. ഇത് ഇസ്രായേൽ രാജാവിനെ അറിയിച്ചപ്പോൾ തൻ്റെ സൈന്യത്തെ ശത്രു സൈന്യം വരുന്ന വഴികളിലെല്ലാം നിയോഗിച്ചു. തൻ്റെ രഹസ്യ പദ്ധതി ചോർന്നെന്ന് മനസ്സിലായ അരാം രാജാവ് സൈന്യത്തെ പിൻവലിച്ചു. കുറെ കാലത്തിന് ശേഷം വീണ്ടും രഹസ്യ നീക്കം നടത്തിയെങ്കിലും ഇത് തന്നെ സംഭവിച്ചു. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ അന്വേഷണത്തിൽ നിന്നും എലീശ പ്രവാചകനാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കി തന്നെ പിടികൂടാൻ ഒരു ശക്തമായ സൈന്യത്തെ താമസിക്കുന്ന പട്ടണത്തിലേക്ക് അയച്ചു. രാവിലെ എലീശയുടെ ബാല്യക്കാരൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ശത്രു സൈന്യത്തെ കണ്ട് ഭയന്ന് നിലവിളിച്ചു. എന്നാൽ പ്രവാചകൻ പറയുന്നത്, അവരെക്കാൾ കൂടുതൽ പേർ നമ്മുടെ സംരക്ഷണത്തിനായി ഉണ്ട്. അത് കാണാൻ കഴിയണമെങ്കിൽ ഈ കാഴ്ച പോരാ. അതിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ അഗ്നിസമാന സൈന്യത്തെ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഉള്ളത് അവൻ കണ്ടു. പ്രതിസന്ധികളിൽ നമുക്കായുള്ള ദൈവത്തിൻ്റെ സുരക്ഷാ സൈന്യത്തെ കാണാൻ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.